സോയാ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് സോയ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഒരു 10 മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് ഇടാം. ഇത് ഒന്ന് കുതിർന്ന് വന്നതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കൂടെ കഴുകിയെടുത്ത് നല്ലപോലെ പിഴിഞ്ഞ് ഇത് കട്ട് ചെയ്യണമെങ്കിൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ചേർക്കാം. ഒന്ന് മുറിച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മസാലയൊക്കെ എളുപ്പം പിടിച്ച് കിട്ടുകയും നല്ലപോലെ മൂത്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും ഇത്രയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും കൂടെ ചേർത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വറുത്ത് നല്ല ഡാർക്ക് കളർ ആവുന്നത് വരെ ഇത് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ഫ്രൈ ഇവിടെ റെഡിയായി.